എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പാപത്തിൻ്റെ വാതിലുകളെ നമ്മൾ തുറന്നിട്ടാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഈ കാര്യത്തെ ഗൗരവമായി മനസ്സിലാക്കണമെങ്കിൽ മറ്റാര് പറഞ്ഞതിനേക്കാൾ അധികം ദൈവത്തിൻ്റെ തന്നെ ചില വാക്കുകൾ ശ്രദ്ധിക്കുക. പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീയോ അതിനെ കീഴ്പ്പെടുത്തണം. പാപത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടാൽ സംഭവിക്കാനായിട്ട് പോകുന്ന 4 വലിയ ദുരന്തങ്ങൾ ഇന്ന് ഈ ഒരു ദൈവവചന സന്ദേശത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തേത്, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആ സന്നിധാനത്തിൽ നിന്ന് നമ്മൾ തള്ളപ്പെടും. രണ്ടാമത്തേത്, ശാപം ജീവിതത്തിൽ ഏറ്റുവാങ്ങും. 3, അധ്വാനത്തിനൊന്നും ഒരു പ്രതിഫലവും കിട്ടാതെ എന്ത് ചെയ്താലും ശുഭമായി തീരത്തില്ല. 4, ലക്ഷ്യമില്ലാതെ ഉഴലുന്നവനായി മാറും. ഈ 4 കാര്യങ്ങൾ വേദപുസ്തകത്തിലെ പ്രാരംഭ അധ്യായങ്ങളായ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കയീൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ തന്നെ വിളിച്ചിരിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാപത്തെക്കുറിച്ച് ദൈവജന ശുശ്രൂഷ ചെയ്യുന്നത് തന്നെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് ശക്തമായ പ്രേരണകൾ നൽകുന്നതുകൊണ്ടാണ്. കാരണം പിശാചിനേക്കാളധികം നമ്മൾ പാപത്തെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. 1, പാപത്തിനൊരു ശക്തിയുണ്ട്. 2, പാപത്തിന് സുഖമുണ്ട്. 3, പാപം പാപിയെ ബന്ധനസ്ഥനാക്കി കളയും. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന പല ദൈവപ്രവൃത്തികളും നടക്കാതെ പോകുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ചില പാപ സ്വഭാവങ്ങളായിരിക്കാം. ആ പാപ സ്വഭാവങ്ങളെ നമ്മൾ നന്മയാൽ ജയിക്കാതെ മുൻപോട്ട് പോയാൽ പിന്നീട് സംഭവിക്കുന്നത് ഒരു പാപം അടുത്ത പാപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ദൈവത്തിന് പോലും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ സഹായിക്കാത്ത ഒരു പ്രത്യേകമായ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കയീൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വേദപുസ്തകത്തിലെ അധ്യായങ്ങൾ ആരംഭിച്ച് ഏതാനും ചില വാക്യങ്ങൾ കഴിയുമ്പോൾ തന്നെ അവിടെ നമ്മൾ കാണുന്നൊരു ഭാഗമാണ്. അതായത് ആദമിനും ഹൗവയ്ക്കും മക്കളുണ്ടായതിനു ശേഷം കയീൻ്റെയും ഹാബേലിൻ്റെയും ചരിത്രം അവിടെ വിവരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വന്നതിന് ശേഷം പിന്നീട് നടക്കുന്ന അനന്തര സംഭവങ്ങളാണ്. 2 തലമുറകളെ നമുക്ക് കാണാനായിട്ട് പറ്റും, കയീനും ഹാബേലും. ആ തലമുറകളിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ പാപത്തെ എങ്ങനെയാണ് നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് പറ്റുന്നത്? ദൈവം എപ്പോഴാണ് കയീനോട് പറഞ്ഞത്, പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു? അവിടെ പറയുന്നൊരു കാര്യം, നീ നന്മ ചെയ്യുകയിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? സത്യത്തിൽ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. നീ നന്മ ചെയ്യുകയിൽ എനിക്ക് പ്രസാദം ഉണ്ടാകുകയില്ലയോ? എങ്ങനെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാനായിട്ട് പറ്റും? ഈ കയീൻ്റെയും ഹാബേലിൻ്റെയും വഴിപാടുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹാബേലിലും ഹാബേലിൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. എന്തുകൊണ്ട് പ്രസാദിച്ചു? പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തു നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നാമത്തേത്, ഹാബേലിൽ പ്രസാദിച്ചു. എന്തർപ്പിച്ചു എന്നുള്ളതല്ല, അർപ്പിച്ചവനിൽ ദൈവം പ്രസാദിച്ചു. രണ്ടാമത്തെ വളരെ പരമപ്രധാനമായ ഒരു കാര്യം, ഇത് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ യാഗങ്ങൾ അല്ലെങ്കിൽ ഈ വഴിപാട് ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ വഴിപാടിൻ്റെയോ യാഗങ്ങളുടെയോ ഒരു പ്രമാണവും ആ കാലത്തില്ലായിരുന്നു. പക്ഷെ പ്രമാണമില്ലാത്ത കാലത്ത് കടിഞ്ഞൂലിനെ തന്നെ, നല്ലതിനെ തന്നെ ദൈവത്തിന് അർപ്പിക്കാൻ ഉള്ള ഒരു ആത്മീക തിരിച്ചറിവ് ഈ ഹാബേലിന് എവിടെ നിന്നാണ് ഉണ്ടായത്? നമ്മളതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് പഠിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മൾ വചനത്തെ നന്നായിട്ട് മനസ്സിലാക്കണം. ദശാംശത്തിൻ്റെ പ്രമാണം ഇല്ലാതിരുന്ന കാലത്ത്, അതെ, ഈ അബ്രഹാം എങ്ങനെ മൽക്കീസദേക്കിന് ഒരു ദശാംശം കൊടുത്തു, അല്ലെങ്കിൽ പതാരം കൊടുത്തു, അല്ല അതിൻ്റെ ഒരു ഭാഗം കൊടുത്തു, പതാരമല്ല അതിൻ്റെ ഒരു ഭാഗം കൊടുത്തു. നമ്മൾ ഈ കാര്യത്തെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം.
ശരിക്കും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, മനസാക്ഷിയുടെ ഉള്ളിലുള്ള ഒരു പ്രമാണം. ഇപ്പോൾ ഈ മൊബൈൽ ഫോണുകളൊക്കെ വരുമ്പം ഇൻബിൽറ്റ് ബാറ്ററി എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ദൈവത്തെ ശരിയായ വഴിയിൽ അന്വേഷിക്കാനുള്ള അവൻ്റെ ഉള്ളിലൊരു പ്രമാണമുണ്ട്. ഈ പ്രമാണത്തിലൂടെ വിശ്വാസത്താൽ എനിക്കെങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു ചിന്ത ഹാബേലിനുണ്ടായിരുന്നു. എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക എല്ലാവരും. ഇന്നത്തെ കാലത്തും ആളുകൾ എന്തെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അത് അർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾക്ക് ഈ യുഗങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ ന്യായപ്രമാണ നിഷ്കന്മഷ യുഗം, മനസാക്ഷി യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, ഇങ്ങനെ യുഗങ്ങളെ തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത് ഇസ്രായേലിന് ഈ ന്യായപ്രമാണം മോശയിലൂടെ ദൈവം കൊടുത്തത് മുതൽ സ്നാപക യോഹന്നാൻ വരെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വരെ ഒക്കെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് ഈ ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളുമൊക്കെ ദൈവം കൊടുത്തപ്പോൾ കടിഞ്ഞൂലുകളെയെല്ലാം ദൈവത്തിനുള്ളതാണെന്നുള്ള ഒരു പ്രമാണം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അതുമാത്രമല്ല, കടിഞ്ഞൂൽ സംഹാരം തന്നെ ദൈവം നടത്തിയത് ഇസ്രായേൽ എൻ്റെ ആദ്യജാതൻ, അതുകൊണ്ടാണ് എൻ്റെ ആദ്യജാതനെ തൊട്ടവൻ്റെ ആദ്യജാതന്മാരെ മുഴുവനും ഞാൻ സംഹരിക്കും. അതുകൊണ്ടാണ് മിസ്രൈമിൽ കടിഞ്ഞൂലുകളെ ദൈവം സംഹരിക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും എല്ലാം കടിഞ്ഞൂൽ സംഹാരം ദൈവം നടത്തിയത് ഈ ഒരു കാര്യം കൊണ്ടാണ്. പക്ഷെ ഇങ്ങനെയൊരു പ്രമാണം വരുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് തൻ്റെ ആ ആട്ടിൻകൂട്ടത്തിൽ നിന്ന്, മൃഗസമ്പത്തിൽ നിന്ന് കടിഞ്ഞൂലിനെ ദൈവത്തിന് അർപ്പിക്കാനായിട്ടുള്ള ഒരു മനോബോധം, ഒരു തിരിച്ചറിവ്, അത് എവിടെ നിന്നുണ്ടായി? അത് എബ്രായ ലേഖനം പറയുന്നത് വിശ്വാസത്താൽ അർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം ശരിക്കും തൻ്റെ ഉള്ളിലുള്ള ആ അചഞ്ചലമായ വിശ്വാസത്തിൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് മനസ്സിലാക്കിയതുപോലെ നാമും നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പറ്റും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് പ്രസാദമാണോ? അവന് പ്രസാദമുള്ള പ്രവർത്തികൾ ചെയ്യുക, അയച്ചവനിൽ വിശ്വസിക്കുക, കൽപ്പനകളെ പ്രമാണിക്കുക, ഇതൊക്കെ പ്രസാദമുള്ള പ്രവർത്തികളായിട്ട് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആ ഒരു വഴിപാട് അർപ്പിച്ചതിന് ശേഷം ദൈവം ഹാബേലിലും വഴിപാടിലും പ്രസാദിച്ചപ്പോഴാണ് കയീൻ്റെ പാപ സ്വഭാവം പൊങ്ങി വരുന്നത്. ഇനി നമ്മുടെ ഈ മെസ്സേജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കണം. ഞാൻ സാധാരണ എവിടെ പോയാലും ഞാൻ ഈ പാപത്തെക്കുറിച്ച് കുറച്ച് സമയങ്ങളെങ്കിലും ശുശ്രൂഷിക്കാതിരിക്കില്ല. കാരണം ഇന്നത്തെ തലമുറകളിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് പാപബോധമുണ്ടാക്കുക, പാപത്തെ ഭയക്കുന്നവരായി മാറുക, ദൈവം മുമ്പാകെ നന്മ ചെയ്ത് പാപത്തെ ജയിക്കുക. കാരണം നമ്മളവിടെ കാണുന്നത് ഈ കയീൻ്റെ 2-3 സ്വഭാവങ്ങളാണ്. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകനാണ് കയീൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ കൊലപാതകനാകാനുള്ള കാരണം തൻ്റെ പാപ സ്വഭാവമാണ്. കോപിച്ചു, മുഖം വാടി. ഇല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കോപമുണ്ടാകുന്നു, 2 മുഖം വാടുന്നു. ദൈവം നേരെ ഇത് മനസ്സിലാക്കി ദൈവം തന്നെ വാണിംഗ് കൊടുത്തു. കാരണം ദൈവത്തിനറിയാം ഈ കോപമുണ്ടായി ഈ മുഖം വീർത്തവൻ്റെ ഉള്ളിൽ അടുത്ത ചിന്തകളിലേക്ക് പോവുകയാണ്, അടുത്ത ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ സഹോദരനെ വയലിലേക്ക് കൊണ്ടുപോകുന്നു, വീണ്ടും കയർക്കുന്നു, ആദ്യത്തെ കൊലപാതകനായി മാറുന്നു. ഈ കൊലപാതകം എന്ന് പറയുന്ന ഒരു ആക്ട് അവിടെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ ദൈവത്തിന് ആട്ടിപ്പായിക്കേണ്ടതായിട്ട് വന്നു. ദൈവം ആട്ടിപ്പായിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ആട്ടിപ്പായിച്ചു. കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് ഇത് അനുവദിച്ചു കൊടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ആട്ടിപ്പായിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ അതിലേക്ക് പോകാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ പാപ സ്വഭാവങ്ങൾ, പാപത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. പാപത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ
പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ പോലും കണ്ണുകളിലൂടെയുള്ള പാപം 10ാമത്തെ കൽപ്പനയാണ് ലംഘിച്ചത്. പക്ഷെ പിന്നീട് 5 മുതൽ 10 വരെയുള്ള സകല കൽപ്പനകളിൽ ലംഘിക്കുന്നു. തലമുറയുണ്ടാകുന്നു, ന്യായവിധി ഉണ്ടാകുന്നു, ദൈവിക ശാപം തനിക്ക് ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്നു. അത് വേദപുസ്തകത്തിൽ എല്ലാ സ്ഥലത്തുമുണ്ട്, ഇന്നും അതുണ്ട്. ഈ പഴയ പുരാതന കുടുംബങ്ങളിൽ പലതിലും ശാപമുള്ളതിൻ്റെ കാരണം തന്നെ പണവും സമ്പത്തുമൊക്കെ അവർക്കുണ്ടായിരുന്നപ്പോൾ, അധികാരം അവർക്കുണ്ടായിരുന്നപ്പോൾ വ്യഭിചാരങ്ങൾ, മറ്റുള്ളവൻ്റെ കൂലി കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ വസ്തുക്കൾ അന്യായമായി കൈവശമാക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പല കുടുംബങ്ങളിലും ശാപങ്ങൾ വന്നു. ആ ശാപങ്ങൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന തലമുറകൾ യഥാർത്ഥമായി ദൈവകൃപയിലേക്ക് വന്ന് പരിശുദ്ധാത്മശക്തിയാൽ നിറയപ്പെട്ട് ഇതിനെ മനസ്സിലാക്കി കൃപയിൽ നിന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്ത് വരെത്തത്തില്ല. എത്ര വർഷമാണെങ്കിലും ആ നിൽക്കുന്നതിൽ തന്നെ അവരിങ്ങനെ നട്ടം തിരിഞ്ഞു പോകത്തേയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, പാപ സ്വഭാവത്തെക്കുറിച്ചാണ്. പാപസ്വഭാവം, പാപത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കുക. 1, മുഖം വാടി. 2, കോപം ഉണ്ടായി. ഈ കോപത്തെ നമ്മൾ നിസ്സാരമായി കണക്കാക്കരുത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പറയാം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ വന്നുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനിത് ശുശ്രൂഷകളിൽ പലയിടത്തും പറയാറുള്ളതാണ്. നിരന്തരമായിട്ട് എൻ്റെ മെസ്സേജുകൾ കേൾക്കുന്നവരുണ്ട്. എങ്കിലും പുതുതായിട്ട് പലരും ഈ ദിവസങ്ങളിൽ വരുന്നതുകൊണ്ട് പറയാം. ഞാൻ 10 വർഷത്തോളം ഒരു കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണ്. ഞാൻ മണക്കാല സെമിനാരിയിൽ 2007 എൻ്റെ ദൈവവചന പഠനത്തിനായിട്ട് അവിടെ ചെല്ലുമ്പം ഭാവിയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഭാര്യ എങ്ങനെയുള്ളതായിരിക്കണം, എല്ലാ ആൺകുട്ടികൾക്കും ഉണ്ടാകാമല്ലോ. അപ്പം അങ്ങനെ കുറേ സങ്കല്പങ്ങളുമായിട്ടൊക്കെയാണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പം അവിടെ ഡോക്ടർ TG കോശി എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം ഈ ബൈബിൾ കോളേജിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങി ആരംഭ ദിവസങ്ങളിൽ തന്നെ ക്ലാസ്സിൽ വന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊക്കെ ഭാവിയിലെ ദൈവദാസന്മാരാകാൻ പോകുന്നവരാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവിത പങ്കാളിമാർ ആരാണ്, അവരുടെ സ്വഭാവം എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെട്ടിരിക്കും നിങ്ങളുടെ ഭാവി ശുശ്രൂഷ. ഇതെനിക്കൊരു പുതിയ തിരിച്ചറിവായിരുന്നു. കാരണം നമുക്കന്ന് അത്രേ അറിയില്ലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സൗന്ദര്യത്തിനായിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, വിദ്യാഭ്യാസത്തിനായിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, പണത്തിനായിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്നത് നിങ്ങളോടൊപ്പം മുട്ടുമടക്കി ഉപവസിക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഒരുപാട് ആൾക്കാർ സൗന്ദര്യമുള്ള വെളുത്ത പെൺകുട്ടി, മുടിയുള്ളത്, നീളമുള്ളത്, വണ്ണം കുറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ആ പ്രാർത്ഥിച്ച 3 കാര്യവും കിട്ടിയോ ദൈവദാസനെ? ഉറപ്പായിട്ട് ഞാൻ ദൈവം മുമ്പാകെ നിന്നുകൊണ്ട് പറയുക, ഞാൻ പ്രാർത്ഥിച്ച 3 കാര്യവും ദൈവം എനിക്ക് തന്നു. അതിൽ ഒന്നാമത്തേത് നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നുന്നു. എന്താണെന്നറിയാമോ? കോപിക്കാത്ത, മുഖം കറക്കാത്ത ഒരു ഭാര്യയെ ദൈവം എനിക്ക് തരണം. അത് നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നും, എന്തൊരു പ്രാർത്ഥന ചെയ്തെന്ന്. ഞാൻ സൗന്ദര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, പണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരുടെയും പുറകെ പോയിട്ടുമില്ല. അതെനിക്ക് വളരെ ധൈര്യത്തോടെ പറയാൻ പറ്റും. അപ്പം എൻ്റെ അപ്പൻ സ്വർഗത്തിലെ അപ്പനായതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനോട് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പരമാർത്ഥതയോടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്ന പോലെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മുഖം വീർപ്പിക്കാത്തൊരു ഭാര്യയെ തരണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ ഒരുപാട് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടും ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അടിയും പ്രശ്നങ്ങളും കണ്ടിട്ടുള്ളത് കൊണ്ടും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യം. കാരണം നമുക്ക് എത്ര നല്ല ഭക്ഷണങ്ങൾ നമ്മുടെ തീന്മേശയിൽ ഉണ്ടെങ്കിലും, എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും, സമാധാനമില്ലാത്ത ഒരു വീട്, ആ വീട്ടിൽ നമ്മൾ എങ്ങനെ താമസിക്കും? അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, മുഖം വീർപ്പിക്കാത്ത, മുഖം കറക്കാത്ത, പിണങ്ങിയിരിക്കാത്ത ഒരു ഭാര്യയെ ദൈവം എനിക്ക് തരണേ. ഞാനുള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് പിണങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, കോപം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഈ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നപ്പം ഞാൻ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒത്തിരി മാറ്റം ദൈവം എനിക്ക് തന്നു. പക്ഷേ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഭാര്യയെക്കുറിച്ച് പുകഴ്ച പറയില്ല, പക്ഷേ ദൈവം തന്നു എന്ന് ചോദിച്ചാൽ വളരെ വിരളമായിട്ട് മാത്രമേ എൻ്റെ ഭാര്യ എന്നോട് മുഖം കറപ്പിച്ചിട്ടുള്ളൂ, പിണങ്ങിയിരുന്നിട്ടുള്ളൂ. ഇന്നും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, മാതാപിതാക്കന്മാരുടെ കാര്യങ്ങളെല്ലാം സ്വന്തം മോളെ പോലെ നിന്ന് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ രസകരമായ പ്രാർത്ഥനയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ, റെൻസ,
നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത്. പെൺപിള്ളേരെ വഹിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ചിലവാണ്. ഒരു 4000-5000 രൂപ ഇവരുടെ മാസത്തെ ചിലവിനും ഇവരുടെ ഒരുക്കത്തിനും മുടി സ്ട്രെയിറ്റ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ്റെ അനുഭവത്തിൽ നിന്ന് അവൻ പറഞ്ഞാൽ നമ്മൾ പെട്ടുപോത്തുള്ളൂ. ഇത് കേട്ട് എൻ്റെ ചങ്കിൽ ഒരു വെള്ളിടി വെട്ടി. കാരണം ഞാൻ അന്ന് കല്യാണം കഴിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ പരിതാപകരമായ സാമ്പത്തിക അവസ്ഥ എനിക്കറിയാമായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഒന്നുമില്ലായ്മ കല്യാണം കഴിച്ച ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ദൈവത്തോട് അന്നത്തെ കാലത്തെ എൻ്റെ ആ ഒരു ദാരിദ്ര്യാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം, ആ അവസ്ഥയെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നോട് ഒരു കാര്യം ചോദിക്കാതെ 1 രൂപ പോലും ചിലവാക്കാത്ത ഒരാളെ ദൈവം എനിക്ക് തരണം. അതുകൊണ്ട് ഇന്ന് ഒരു കവർ പാല് മേടിക്കണമെങ്കിൽ പോലും ഞാൻ അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജുകൾ വരും, മേടിച്ചോട്ടെ, പിള്ളേർക്കത് മേടിച്ചു കൊടുത്തോട്ടെ, ഇത് മേടിച്ചു കൊടുത്തോട്ടെ. അങ്ങനെ ഒരാളെ ദൈവം എനിക്ക് തന്നു. മൂന്നാമത്തേത് ഞാൻ പ്രാർത്ഥിച്ച മറ്റൊരു കാര്യം, കർത്താവേ, എന്നോടൊപ്പം ദൈവസന്നിധിയിൽ ഇരുന്ന് എന്നേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് വേണം. അത് പറഞ്ഞതിൻ്റെ ഒരു കാര്യമുണ്ട്. കാരണം മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളതെല്ലാം അവിടെ കൊണ്ട് പൂർണ്ണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരാളെ വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച 3 കാര്യവും ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്നു. അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, കോപിച്ചു, മുഖം വാടി, വയലിലേക്ക് കൊണ്ടുപോയി കയർക്കുന്നു, കൊലപാതകം ഉണ്ടാക്കുന്നു. കണ്ടോ? അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. പാപത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടാൽ നമ്മൾ ചിന്തിക്കാത്ത അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകണം. ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടവകാശികളാകണം. പത്രോസിൻ്റെ ലേഖനത്തിൽ അങ്ങനെയാണല്ലോ, ദിവ്യ സ്വഭാവം, ഡിവൈൻ നേച്ചർ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിൻ്റെ കണ്ണുകളെ പോലെ, നമ്മുടെ നാവ് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന നാവുകളായി മാറണം. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ 4 മഹാദുരന്തങ്ങൾ സംഭവിച്ചത് ഞാൻ പറയാം. 1, ദൈവം ഇതിൻ്റെ ആരംഭ സമയത്ത് തന്നെ വാണിംഗ് കൊടുത്തു. കൊലപാതകമുണ്ടായി കഴിഞ്ഞിട്ടല്ല ദൈവം വാണിംഗ് തന്നത്. മുഖം കറുത്തിരുന്നപ്പം ദൈവം വാൺ ചെയ്തു. നമ്മളെ പല കാര്യങ്ങളും ദൈവം ആരംഭഘട്ടങ്ങളിൽ വാണിംഗ് തരും. പക്ഷെ നമ്മളതിനെ അവഗണിക്കും. പരിശുദ്ധാത്മാവ് തരുന്ന വാണിങ്ങുകളെ, വിലക്കുകളെ നമുക്ക് അവഗണിക്കാനായിട്ട് പറ്റും. പക്ഷെ ആര് ആ വിലക്കുകളെ അംഗീകരിച്ച് തിരിച്ചറിഞ്ഞ് അവിടുന്ന് മാറാൻ പരിശ്രമിക്കുന്നുവോ, ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, അങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ പ്രകടമായി വരും. പക്ഷെ ദൈവം പറഞ്ഞതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട്, ദൈവം പറഞ്ഞതിനെ മുഖവിലക്കെടുക്കാതെ, തൻ്റെ സ്വഭാവം മാറ്റാൻ തയ്യാറാകാതെ പോയതുകൊണ്ട് സംഭവിച്ചതെന്താ? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകില്ല. നന്മയാൽ തിന്മയെ ജയിക്കണം. പാപത്തിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു. നീ അതിനെ കീഴ്പ്പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കർത്താവിനെ സേവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വീടിൻ്റെ വാതുക്കൽ നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് കിടക്കുന്ന പാപത്തിൻ്റെ ശക്തികളുണ്ട്. അതിൻ്റെ ആഗ്രഹം പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുക, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടുന്നവനെ ഇല്ലാതാക്കുക. ജീസസ്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് മൊബൈൽ ഫോണാകാം, ചാറ്റിംഗ് ആകാം, ഇമെയിലാകാം, ദൈവത്തിന് സ്തോത്രം, ചില കോളുകളാകാം, ചില ബന്ധങ്ങളാകാം, സ്നേഹിതരാകാം, പലതരത്തിലാകാം. എന്താണെന്ന് ആത്മാവിൽ അതിനെ വിവേചിപ്പാനായിട്ട് നമുക്ക് കഴിയണം. അപ്പം ദൈവം അതിന് വാണിംഗ് കൊടുത്തു. പക്ഷേ തനിക്ക് തടയാൻ കഴിഞ്ഞില്ല. പോയി കൊലപാതകം നടത്തി. പിന്നീട് സംഭവിച്ചത് ആ 4 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. സമയം മുമ്പോട്ട് പോയി. എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു ആത്മനിയോഗം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഒന്നാമത്തേത്, ദൈവസന്നിധിയിൽ നിന്ന് ദൈവം ആട്ടിക്കളഞ്ഞു. കാരണം അടുത്ത വാക്യങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ കയ്യീൻ യഹോവയുടെ സന്നിധി വിട്ടുപോയെന്നാണ്. കണ്ടോ? ദൈവസന്നിധി. വേദപുസ്തകത്തിൽ ദൈവസന്നിധിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതിൻ്റെ സന്നിധിയിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞു. യോന യഹോവയുടെ സന്നിധി വിട്ട് കപ്പൽ കയറി. അബ്രഹാം ഇടിവിൽ നിൽക്കുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്നു. ബൈബിളിലെ ഒരുപാട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇന്നും ദൈവസന്നിധിയിൽ നിൽക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ദൈവസന്നിധിയിലാണോ? പക്ഷെ പാപം ചെയ്യുന്നവൻ ഒരിക്കലും ദൈവസന്നിധി നിൽക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെ ജയിക്കും? ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ
ജഡത്തിൻ്റെ മോഹം നിങ്ങൾ നിവർത്തിക്കത്തില്ല. ഈ കയീൻ ജീവിച്ചതിനേക്കാൾ ഉത്തമമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ശ്രേഷ്ഠമായ ഒരു കാലഘട്ടം. എന്ത് കാലഘട്ടം? കാൽവറി ക്രൂശിൽ സകല മാനവജാതിയുടെയും പാപത്തിനു വേണ്ടി യേശു മരിച്ച് നമ്മുടെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെയാക്കി, വചനത്തെ ഉള്ളിലാക്കി, കൽപ്പനകളിൽ നടത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവശബ്ദം കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ തയ്യാറായാൽ പാപത്തെ നിഷ്പ്രയാസം നമുക്ക് കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാതെ നന്മ ചെയ്യുക എന്നാണ്. എന്താണ് നന്മ ചെയ്യേണ്ടുന്നത്? ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക, ജീവിതത്തെ എല്ലായ്പ്പോഴും പരിശോധിക്കുക, സദാ ജാഗരൂകരായിട്ടിരിക്കുക. ഒന്നാമത് സംഭവിച്ച വലിയ ദുരന്തം ദൈവസന്നിധി വിട്ട് തനിക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. 2, ശാപമേറ്റുവാങ്ങി. നീ സഹോദരൻ്റെ രക്തം വീഴ്ത്തിയ നിലം വിട്ട് നീ ശാപം ഏറ്റുവാങ്ങിപ്പോയിക്കൊള്ളുക എന്നാണ്. കണ്ടോ, ശാപഗ്രസ്തനായി മാറി. പക്ഷേ ഏറ്റവും വലിയൊരു കോൺട്രഡിക്റ്ററിയായ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇനി ഞാനീ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഭൂമിയിലെ ആദ്യത്തെ പട്ടണം, ആദ്യത്തെ സിറ്റി പണിതാരാന്നറിയോ? ദൈവസന്നിധി വിട്ട് ശാപഗ്രസ്തനായി പോയ കയീനാണെന്ന് മനസ്സിലാക്കണം. ഏതിന് കിഴക്ക് നോദ് ദേശത്ത് പോയി പാർത്തു, അവിടെ ഒരു പട്ടണം പണിതെന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഭൂമിയിലെ ആദ്യത്തെ സിറ്റി. ഇന്ന് നമ്മൾ കാണുന്ന പലതും, ദൈവത്തിന് സ്തോത്രം, പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹം എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊന്നുമല്ല ദൈവാനുഗ്രഹം. അടുത്തത്, ശാപം ഏറ്റുവാങ്ങിയതിൻ്റെ പിൻതലമുറകളെ നിങ്ങൾ നോക്കിയോ? അവൻ കല്യാണം കഴിച്ചു, മക്കളുണ്ടായി. ഏതൊക്കെ മക്കളുണ്ടായി? പക്ഷേ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കഴിവുള്ള മക്കളുണ്ടായി. ഇന്നും ലോകത്തിലെ മനുഷ്യർ പലതും കഴിവുള്ളവരാണ്. നമ്മൾ ചിന്തിക്കും ദൈവം മാത്രമാണ് ഈ കഴിവ് കൊടുത്ത്. ഒരിക്കലുമല്ല. യാബാൽ, യൂബാൽ പശുപാലകൾക്കും കൂടാരവാസികൾക്കും പിതാവായി, വേണവും കിന്നരവും ഉപയോഗിക്കുന്നവർക്ക് പിതാവായി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അടുത്തത് പശുപാലകന്മാരുണ്ടായിരുന്നു. തൂബൽ കയ്യിൽ ഇരുമ്പും ചെമ്പുമൊക്കെ ഉണ്ടാക്കുന്ന ഈ അങ്ങനെയുള്ള ബുദ്ധിപൂർവമുള്ള പണികൾ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്തെങ്ങും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരും ഇല്ലായിരുന്നു. കാരണം ഹാബേലിന് പകരം ദൈവം ആദമിന് കൊടുത്ത സന്തതിയാണ് ശേത്ത്. ശേത്തിൻ്റെ മകനാണ് ഏനോശ്. ഏനോസ് കേനാൽ മഹലയിൽ ഇങ്ങനെ പോകുമ്പോൾ ഏനോശിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. കയീൻ്റെ പിൻതലമുറകൾ പലതും മാനുഷികമായ കണ്ണുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നമുക്ക് തോന്നും. പട്ടണമുണ്ട്, പിന്നെ ആദാസില്ല, ലാമേക്ക് ആദ്യത്തെ ബഹുഭാര്യത്തോട്. പക്ഷെ ആ ഒരു ജനറേഷനെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ കഴിവുള്ളവരുണ്ട്, പ്രഗത്ഭരുണ്ട്, ലോകപ്രകാരം ഉന്നതരുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്നതായി കാണുന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി കാണുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് കഴിവുള്ള തലമുറകളെ കിട്ടുകയോ പട്ടണം പഠിക്കുകയോ ലോകത്തിലെല്ലാം നേടുന്നതോ ഒന്നുമല്ല. അങ്ങനെയൊക്കെ നേടുന്ന ഒത്തിരി പേരെ കാണാം. ശപിക്കപ്പെട്ടവൻ്റെ തലമുറകൾ ഇതെല്ലാം ചെയ്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവിടെയൊന്നും ഒരു ദൈവികതയില്ല, ദൈവപ്രസാദമില്ല. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗ്യം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ വസിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. 2, മൂന്നാമത്തേത്, ഭൂമി ഇനി അതിൻ്റെ അധ്വാനം നിനക്ക് തരില്ല. നീ അധ്വാനിച്ചാലും നിനക്ക് കിട്ടില്ല. അപ്പോൾ പട്ടണം പണിതോ എന്താ? നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നമ്മൾ ബൈബിളെ അടിസ്ഥാനപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒന്നുമല്ല. യഥാർത്ഥമായൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അത് ദൈവം തന്നെ നമുക്ക് തരുന്നതാണ്. ദൈവം നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങി നിൽക്കുന്നതാണ്. ദൈവം നമ്മുടെ കൂട്ടായ്മകളിൽ ഇറങ്ങി നിൽക്കുന്ന, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതാണ്. പണമല്ല കേട്ടോ, സൗകര്യങ്ങളല്ല, പ്രതാപമല്ല, അതൊക്കെ ഉണ്ടോ? അടുത്തത്, നാലാമത്തേത്, നീ ഭൂമിയിൽ ഉഴലുന്നവനായി മാറും. ഉഴലുക. ഇന്നെല്ലാം ഉണ്ടെങ്കിലും പലരും ഉഴലുക. എന്തുകൊണ്ടാണ് ഈ ഉഴലുന്നേ? ലക്ഷ്യമില്ല. എന്താ ലക്ഷ്യം? ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യമില്ല. കുറേ പണം സമ്പാദിച്ച് ജീവിതത്തിൽ കാണുന്നതെല്ലാം സമ്പാദിക്കുന്നു അല്ലാതെ ഈ നമ്മൾ തലമുറകളോട് പോലും നമ്മൾ പല സ്ഥലത്തും പരിശോധിക്കുമ്പോൾ ഒരു ലക്ഷ്യമില്ലാത്തവരായിട്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ ഒരു ദൈവ പൈതലിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? നിത്യത എന്ന ലക്ഷ്യം. കർത്താവിൻ്റെ വരവെങ്കിൽ പോകാനുള്ള ആഗ്രഹം, യേശുവിനോടുകൂടെ വസിക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ട്, സന്തോഷമുണ്ട് ജീവിതത്തിൽ. ദൈവത്തിന് സ്തോത്രം. ആ ശൂന്യതയില്ല ഉള്ളിൽ. നോക്കിക്കേ, നാലാമത്തേത്, ഈ അപ്പോസ്തലനായ പൗലോസ് പോലും പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്നാണ്.
ദൈവത്തിന് സ്തോത്രം. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഈ 4-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പഠിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ 2 ജനറേഷനെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തോടുകൂടെ, അല്ലെങ്കിൽ ഈ ശേത്ത്, ഏനോശ്, ദൈവത്തെ ആരാധിച്ചവൻ്റെ ജനറേഷൻ, ആ തലമുറയിലാണ് ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക്. വഷളത്വമുള്ള ഭൂമിയിൽ നീതിപ്രസംഗിയായി ജീവിച്ച, അല്ലെങ്കിൽ നീതിമാനായ നീതിപ്രസംഗി ആയ, അല്ലെങ്കിൽ നോഹ. പിന്നീട് വരുമ്പം അടുത്ത നമ്മളിങ്ങനെ ആ ഒരു ജനറേഷനെ നമ്മൾ കാണും. പക്ഷേ മറ്റൊരു തലമുറ നമ്മളൊന്ന് നോക്കിക്കേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പാപത്തിൻ്റെ വാതിലുകൾ ജീവിതത്തിൽ ഒരിക്കലും തുറന്നിടരുത്. നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വസിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ടത്, എൻ്റെ പരിശുദ്ധാത്മ നിയന്ത്രണ ജീവിതത്തിലേക്ക് ഞാൻ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഒത്തിരി പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ച് പ്രസംഗിക്കണം, ഇത്രയും കട്ടിക്ക് പ്രസംഗിക്കരുത്. ഒത്തിരി പേര് പ്രസംഗിച്ചവരെ കാണാനില്ല. ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു അപകടാവസ്ഥ, പിശാച് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പാപത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ്. ഇതൊരു വലിയ ആത്മീക വെളിപ്പാടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപത്തോടകലം പാലിച്ച് നന്മ ചെയ്ത് എങ്ങനെ എൻ്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കാൻ പറ്റുമെന്ന് നിരന്തരമായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു പിശാചിനും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടൊരു ദൈവശബ്ദമുണ്ട്. കുറേ മാസങ്ങൾ പാപബോധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവുകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കാണ്, ഞാൻ നിന്നെ എൻ്റെ വിശുദ്ധിയിലേക്ക് നടത്തുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. നീ പ്രസംഗിക്കുമ്പോൾ, നീ ശുശ്രൂഷിക്കുമ്പോൾ, ആത്മാക്കൾ വിടുവിക്കപ്പെടുമ്പോൾ പിശാചിൻ്റെ ദൃഷ്ടി നിന്നിലേക്കും നിൻ്റെ കുടുംബത്തിലേക്കുമാകും. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശുദ്ധിയില്ലെങ്കിൽ പിശാച് നിന്നെയും നിൻ്റെ കുടുംബത്തെയും തകർത്ത് കളയും. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, മറ്റൊന്നും ജീവിതത്തിലില്ലെങ്കിലും നന്മ ചെയ്യുക. നമ്മെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഈ പാപത്തിൻ്റെ ശക്തികളെ, പാപം എന്ന് പറയുന്നത്, ഈ പാപത്തിൻ്റെ ഒരു വലിയ സർക്കിൾ വരച്ചാൽ അതിൻ്റെ ഒരു പോയിൻ്റ് മാത്രമാണ് കോപം. പാപം എന്ന് പറയുന്ന ഒരു വലിയ മേഖല തന്നെയാണ്. നന്മ ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാത്തത് പാപമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. ഓരോ ദിവസവും ദൈവം തരുന്ന ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും വിടുവിക്കട്ടെ. ആരെങ്കിലുമൊക്കെ വിടുവിക്കപ്പെട്ട് പുറത്തു വരട്ടെ. ഞങ്ങളെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കുക. നിങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.